ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഹാപ്പി ഫീസ്റ്റ്. എല്ലാവർക്കും പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടതിന്റെയും പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ട എല്ലാ മംഗളങ്ങളും കേട്ടോ, പ്രാർത്ഥനകളും ആശംസകളും. നമ്മളെ വിഷയമൊന്നും ഇല്ലേ? ഹല്ലേലൂയ. എല്ലാ അച്ഛന്മാരെയും വിഷയുന്നു കേട്ടോ. എല്ലാ അച്ഛന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ സുഖമാണോ? പള്ളിയിലൊക്കെ പോയോ? കാല് കഴുകുന്നൊക്കെ കണ്ടോ? ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞവരെയും ചൊല്ലി ലോകമുള്ള എല്ലാ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം അല്ലേ. പലയിടത്ത് സങ്കടപ്പെടുന്ന വൈദികര്, ഞെരുങ്ങുന്ന വൈദികര്, എല്ലാ അച്ഛന്മാരുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സ്ഥാനത്തിലേക്ക് വിളിക്കപ്പെട്ട വൈദികര്, അങ്ങനെ ഏതെങ്കിലും മേഖല എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ മർക്കോസിന് വിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. തലക്കെട്ട് ഇതാണ്: ഇവരാണ് ശരിക്കും പറഞ്ഞ് വിട്ടുപോകാതെ നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വചനം ഇങ്ങനെയാണ്, പിന്നെ അവരാണെന്ന് പറഞ്ഞാൽ അതിന്റെ പശ്ചാത്തലം പറയാം. മഗ്ദലന മറിയം, യോസേനും ചെറിയാക്കാവിന്റെ മഗ്ദലന മറിയം, അങ്ങനത്തെ കുറച്ച് സ്ത്രീകള് അവിടെ നിൽക്കുകയാണ്. പിന്നെ ഇതിന്റെ അവസാനത്തിലും പറയുന്നുണ്ട് ഗലീലിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളുണ്ടായിരുന്നൊക്കെ പറഞ്ഞതിന്റെ താഴത്ത് വേണം. എന്റെ ഇടയ്ക്കുള്ള വചനം ഞാൻ പറയാൻ വേണ്ടി പോണേ. അവരുടെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറയാണ്. ഇവരാണ് അവൻ ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നവർ. ഇവ കൂടാതെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ പേരും കൂടെ പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, സത്യത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുവാണേ, അതായത് ഈശോയുടെ കുരിശുമരണമാണല്ലോ. അപ്പൊ നാളെ നമ്മൾ ചിന്തിക്കാൻ പോണ വിഷയമാണ്, ദുഃഖവെള്ളിയാണല്ലോ. അപ്പൊ ഈ കുരിശുമരണത്തിന്റെ സമയത്ത് ഈശോനെ വിട്ടുപിരിയാതെ നിൽക്കുകയാണ് കുറച്ച് പേര്. അവിടെ മഗ്ദലന മറിയുമുണ്ട്, പിന്നെ യാക്കോബിനെ, ചെറിയ യാക്കോബിന്റെ യോസയുടെ അമ്മയെ മറിയും ഒക്കെ നിൽക്കുന്നുണ്ട്. വേറെ കുറച്ച് സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. പിന്നെ യോഹന്നാൻ, കുറച്ച് ആൾക്കാർ നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ എന്തുകൊണ്ട് ഇവര് വിട്ടുപിരിയാതെ നിന്നു എന്നതിനെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിൽ കുഞ്ഞു ചിന്ത പറയാൻ ആഗ്രഹിക്കുക. അതിതാണ്, അവരാണ് യേശുവിനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവർ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശുശ്രൂഷിക്കുക മാത്രം ചെയ്യുന്നവര്, എന്നാൽ മിനിസ്ട്രി മാത്രം ചെയ്യുന്നവര് ചിലപ്പോൾ വിട്ടുപോകും. അതൊരു സത്യമാണ്. പക്ഷെ അനുഗമിക്കുന്നവരാണ് നിലനിൽക്കുക. അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണം. ഇപ്പൊ നമ്മൾ പലതരത്തില് ഈ വചനം കേൾക്കുന്ന, ഞാനൊരു ഈശോയുടെ ഒരു ശുശ്രൂഷകനാണ്, പക്ഷെ അനുഗമിക്കണം. ഈശോനെ അനുഗമിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുരിശെടുക്കണം അല്ലെ, തങ്ങളുള്ളതെല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെ അല്ലാത്തവർക്ക് അനുഗമിക്കാൻ പറ്റിയാലെന്ന് പറയുന്നത്. അങ്ങനെ അനുഗമിച്ചവർക്ക് വേറെ എന്നാ നോക്കാനുള്ളത്? എന്താ മേലുകീഴ് നോക്കാനുള്ളത്? അപ്പൊ അതുകൊണ്ട് ആദ്യമ സഭയിലൊക്കെ ശരിക്കും വലിയ പീഡനം ഉണ്ടായപ്പോൾ വിട്ടുപോകാൻ നിൽക്കുന്ന എന്താ, അനുഗമിക്കുകയും ശുശ്രൂഷയും ചെയ്തവരാണ്. മനസ്സിലാവുന്നുണ്ടോ? വെറും ശുശ്രൂഷയായിട്ട് മാത്രം തിരിച്ചിരിക്കുന്നവരെ കുറച്ച് കഴിയുമ്പോൾ വിട്ടുപോകും. അടി വരുമ്പോൾ ഓടിക്കളയും അല്ലേ എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈശോനെ ശുശ്രൂഷിക്കുന്നുണ്ട്. നിങ്ങൾ കാറ്റഗറിസം പഠിപ്പിക്കുന്നവരുണ്ട്, കൈക്കാരന്മാരുണ്ട്, ധ്യാനഗതിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, GC യൂത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ക്രിസ്ത്യൻ ഒരുപാട് മിനിസ്ട്രി ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ എത്രമാത്രം പേര് ഈശോനെ അനുഗമിക്കുന്നുള്ളതാണ്. അനുഗമിച്ചുകൊണ്ട് ശുശ്രൂഷ നിൽക്കുന്നവരെയാണ് ചെയ്യുന്നവരെ വിട്ടുപോകാതെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിനുള്ളിൽ കയറട്ടെ. സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാം. യേശുവെ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ട ഈ ദിവസം, വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ദിവസം, കർത്താവ് ഇവരെല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ലോകം മുഴുവൻ എല്ലാ വൈദികർക്ക് വേണ്ടി ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ അച്ഛന്മാരെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക ഒരു കാരിസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവമേ, ഇന്നത്തെ ദിവസം ഈ ആശീർവാദം കൊടുക്കുമ്പോൾ എൻ്റെ ദൈവമേ, ഇവരുടെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആധ്യാത്മിക ഭൗതിക നിയോഗത്തിൽ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ശല്യപ്പെടുന്ന പൈശാചക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് ആട്ടി വായിക്കുന്നു. കർത്താവായ ദൈവവചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ നിന്ന്, തലമുറകളിൽ നിന്ന് ഒരു ദൈവവിളി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.